തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ജോസഫ് തയ്യാറാണ്. പ്രശാന്ത്, തിരുവാർപ്പ് കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നല്ല ഭക്തജന തിരക്കുണ്ടോ? ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം. കാരണം ഭഗവാന് വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ രാവിലെ 2 മണിക്ക് പള്ളി ഉണർത്തി ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നു. ഇന്ന് രാവിലെ 2:30 2 മണിക്ക് പള്ളി ഉണർത്തലിന് ശേഷം 2:30 ഇവിടെ വിഷു ദർശനം ആരംഭിച്ചതാണ്. ഇപ്പോഴും ഇവിടെ നൂറുകണക്കിന് ആളുകൾ വിഷു ദർശനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഭഗവാന് അർച്ചിക്കാനുള്ള വിഭവങ്ങളൊക്കെയായി പൂജാദ്രവ്യങ്ങളുമൊക്കെയായി നിരവധി ആളുകൾ ഇപ്പോഴും ഈ ക്ഷേത്രനടയിൽ കാത്തു നിൽക്കുകയാണ്. ഈ 2 വരികളിലായി സ്ത്രീകളും കുട്ടികളുമൊക്കെ അടക്കം നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിന് വലിയ ചരിത്രവും ഐതിഹ്യവും ഒക്കെയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. പാണ്ഡവർ വനവാസകാലത്ത് ഈ പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ഈ വിഗ്രഹം പിന്നീട് അവർ കടലിൽ ഉപേക്ഷിക്കുകയും വില്യമംഗലം സ്വാമിയാർ യാത്രാമധ്യേ ഈ വിഗ്രഹം കണ്ടെത്തി ഇവിടെ എത്തിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഐതിഹ്യം. വാർപ്പിലെത്തിച്ചാണ് ഇവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠയ്ക്കായി എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരുവാർപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗവാന് വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസത്തിൽ തന്നെ ഇവിടെ അതിരാവിലെ നട തുറക്കുമ്പോൾ തന്നെ അഭിഷേകം നടത്തുന്നു. അഭിഷേകത്തിന് ശേഷം സാധാരണ ഭഗവാനെ പൂർണ്ണമായും തോർത്തിയ ശേഷമാണ് പിന്നീടുള്ള ചടങ്ങുകൾ നടക്കുക. എന്നാൽ ഇവിടെ അതിന് മുൻപ് തന്നെ ഭഗവാന് നിവേദ്യം നൽകുന്നു. തല മാത്രം തോർത്തിയ ശേഷം, അഭിഷേകത്തിന് ശേഷം തല മാത്രം തോർത്തിയ ശേഷം ഭഗവാന് നിവേദ്യം നൽകുന്നതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. അത് കാരണം ഭഗവാന് വലിയ വിശപ്പാണ് എന്നുള്ള ഒരു ഐതിഹ്യത്തിൽ തന്നെയാണ്, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ പുലർച്ചെ അതിരാവിലെ 2 മണിയോടുകൂടി നട തുറക്കുകയും ഉച്ചയ്ക്ക് 12 വരെ ഇവിടെ ദർശനത്തിന് അവസരവുമുണ്ട്. അതാണ് ഇവിടുത്തെ സാധാരണ ചടങ്ങുകൾ. എല്ലാ വർഷവും വിഷുവിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ മേടമാസത്തിലെ ആദ്യ 10 ദിനങ്ങളാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത്. ഈ 10 ദിവസവും ഇവിടെ അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഇപ്പോൾ കാണുന്നത് ഈ വിഷുദിനത്തിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ വലിയ നീണ്ട ഒരു നിര തന്നെയാണ്. 2 വശങ്ങളിലായി 2 വരികളിലായി നിന്നാണ് ആളുകൾ ദർശനം നടത്തുന്നത്. രാവിലെ 2:30 മുതൽ തന്നെ ആളുകൾ ഇവിടെ ധാരാളമായി നിരവധി പേർ എത്തിയിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ദർശനത്തിനായി എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അമ്മ എവിടെ നിന്നാണ് വന്നത്? കുമാരനെല്ലൂർ. എല്ലാ വർഷവും ഇവിടെ വന്നിരുന്നതാണോ? കുടുംബസമേതാണോ? അതെ അതെ. ഇവിടെ സ്ത്രീകളും ഇങ്ങനെ പുരുഷന്മാരും ഒക്കെ വലിയൊരു നീണ്ട നിര തന്നെയുണ്ട്. നമുക്ക് പിന്നിലേക്കും നിരവധിയായ ആളുകളെ കാണാൻ കഴിയും. വരിവരിയായി കാത്തു നിൽക്കുന്നത് കാണാൻ കഴിയും. സ്ത്രീകളും കുട്ടികളുമൊക്കെ വരിവരിയായി കാത്തു നിൽക്കുകയാണ്. ഇനിയും 12 മണി വരെ ഇവിടെ ദർശനത്തിന് അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ധാരാളമായി കാത്തു നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷിബു. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി. ഞാൻ ഉപദേശസമിതി പ്രസിഡന്റാണ്. ഇവിടെ എല്ലാ വർഷവും ഇത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്? നല്ല തിരക്കാണ്. എല്ലാ വർഷവും ഇങ്ങനെ തിരക്കുണ്ട്. വെളുപ്പിനെ 2:30 വിഷു കണി കഴിഞ്ഞതിന് ശേഷം മുതൽ ആ സമയം പോലെ തിരക്ക് തുടങ്ങുകയാണ്. ഭാരതത്തിൽ ആദ്യം പള്ളി ഉണർന്ന ഭഗവാനാണ്. അത് നമുക്ക് 2 മണിക്കാണ് പള്ളി ഉണർത്തൽ. 2:30 നിർമ്മാല്യ ദർശനം തുടങ്ങും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഉഷപ്പായസമാണ്. ഉഷപ്പായസം അപ്രോക്സിമേറ്റ് 2039 വരെ ഇത്തവണ ബുക്കിംഗ് ആവും. ഉത്സവ സീസൺ കഴിയുമ്പോൾ പ്രസിദ്ധമായ 5-ാം പുറപ്പാട് ഏപ്രിൽ 19 ഭഗവാൻ പുറത്തോട്ട് എഴുന്നള്ളുന്ന വിളക്കട കുട്ടികളോടൊപ്പം ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്ന 5-ാം പുറപ്പാട് ഏപ്രിൽ 19 8:30 ഒക്കെ ആകുമ്പോൾ പുറത്തേക്ക് എഴുന്നള്ളും. ഇപ്പോൾ ഈ 2:30 രാവിലെ വിഷു ദർശനം ആരംഭിച്ചതാണ്. ഇത് എത്ര വരെയുണ്ട് ദർശനം? ഇതിപ്പം 12 പൂജയ്ക്ക് കഴിഞ്ഞും നിൽക്കും. 12 പൂജ കഴിഞ്ഞാൽ പിള്ളേർ വിളക്കട കുട്ടികൾ അകത്ത് കയറുന്ന സമയം വരെ ഇതുണ്ടാവും. ഈ തിരക്ക് ഇങ്ങനെ നിൽക്കും. വളരെ ദൂരെ നിന്നൊക്കെ ആളുകൾ എത്താൻ? ദൂരെ നിന്നാണ്, പുറത്തുനിന്നാണ് ഇവിടുത്തെ ആളുകൾ. ഒത്തിരി ആളുകളും ഭൂരിപക്ഷം ആളുകളും പുറത്താണ്. അല്ലാത്ത സമയങ്ങളിലും വരുന്നു. ഈ ഏറ്റുമാനൂർ അമ്പലവും നമ്മുടെ വൈക്കവും കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രം നമ്മുടെ ക്ഷേത്രം തന്നെയാണ്. പാണ്ഡവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമൊക്കെ ഉണ്ട്. ഈ വിഗ്രഹം കിട്ടിയതും പാണ്ഡവർ പൂജ നടത്തിയിരുന്ന വിഗ്രഹമാണെന്നൊക്കെ. ആ വിഗ്രഹം അങ്ങനെ ഒരു ഐതിഹ്യം പാണ്ഡവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ ചേർത്തല ഭാഗത്ത് നിന്നാണ്. അവിടെ ഒരു അമ്പലത്തിൽ നിന്ന്
ഒഴുക്കിവിട്ട വേമ്പനാട്ട് കായലിൽ ഒഴുക്കിവിട്ട ഒരു വിഗ്രഹം വാർപ്പിലൊത്ത് ഒഴുക്കിവിട്ട വിഗ്രഹം നമ്മുടെ ഒരു വേമ്പനാട്ട് കായലിൽ ശരി, തിരുവാർപ്പ് ക്ഷേത്രത്തിൽ നിന്നാണ് പ്രശാന്ത് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവാർപ്പ്. അവിടുത്തെ ദർശന സമയം അതിൻ്റെ ആ ഒരു വ്യത്യസ്തത കൊണ്ടൊക്കെ തന്നെ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ്.